ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ ശർരി, ഇവിടെ ഇഖ്ഫ ആണ്. ഇൽഹാറിൻ്റെയും ഇദ്ഗാമിൻ്റെയും ഇടയിലുള്ളതായ മണിക്കൽ രൂപമാണ്. കൂടുതൽ വ്യക്തമാക്കാതെ മറച്ചു മണിച്ച് ഉച്ചരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സൂറത്തുൻ നാസ് ആണ് ഇന്ന് നാം പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദും ബിസ്മിയും തിലാവത്തുൽ ഖുർആന്റെ 2-3 ക്ലാസ്സുകളിലായി എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഏവരും ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യമായി പറയട്ടെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ക്ലാസ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദീകരണങ്ങൾ പരമാവധി ചുരുക്കുന്നുണ്ട്. അതുപോലെ അക്ഷരങ്ങൾ ഏതാണെന്നുള്ളതും പറയുന്നില്ല. കാരണം സൂറത്തിൻ്റെ ഒരു ഇമേജ് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഏതക്ഷരമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖാഫിന് ദമ്മാണ്. അപ്പോൾ 2 ചുണ്ടും ഒരു പക്ഷിയുടെ ചുണ്ടുപോലെ മുന്നോട്ട് കൂർപ്പിക്കണം. ശേഷം സുക്കൂനുള്ള ലാമാണ്. തവസ്സുത്ത് എന്ന സിഫത്തുള്ള അക്ഷരമായതുകൊണ്ട് അല്പം ഒരു മധ്യമ നിലയിൽ ആ ലാമിനെ നീട്ടണം. വളരെ കുറഞ്ഞ സമയം. ഏതുപോലെ ഖുൽ, ഖുൽ അധികം നീളാൻ പാടില്ല. ഖുൽ എന്നാകാൻ പാടില്ല. ഖുൽ എന്നും കഴിയില്ല. ചുരുക്കത്തിൽ ഖുൽ. അതുപോലെ ഖാഫിന് ദമ്മാണല്ലോ, അപ്പോൾ 2 ചുണ്ടും മുന്നോട്ട് കൂർപ്പിക്കും. ശേഷം ലാമിന് സുക്കൂൻ ചെയ്തുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ ആ ചുണ്ട് പിറകിലേക്ക് വലിയണം. ഏതുപോലെ ഖുൽ, ഖുൽ, ഖുൽ. പിറകിലേക്ക് തിരിച്ചു വലിയണം. കാരണം ആ ലം അവിടെ കഴിഞ്ഞല്ലോ. ശേഷം ആ ഹംസ, ഐൻ, ദാല് ഇതെങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്ന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അഊദു ബില്ലാഹിയുടെ ക്ലാസ്സിൽ നാം പഠിച്ചു അല്ലേ? അപ്പോൾ ഖുൽ അഊദു, ഖുൽ അഊദു, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ബിറ, റ ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണെന്നും നാം നേരത്തെ പഠിച്ചു. റ ഉച്ചരിക്കുമ്പോൾ നാവ് അണ്ണാക്കിലേക്ക് ഉയർത്തി വെക്കുകയും വേണം അതിൻ്റെ മഖ്റജിനോടൊപ്പം. റ, റ, ബിറ, ബിറബ്ബിൻ. ഷദ്ദുള്ള നൂൻ ഉച്ചരിക്കുമ്പോൾ തരിമൂക്കിലൂടെ വേണം ഉച്ചരിക്കാൻ. അഥവാ തരിമൂക്കിലൂടെയാണ് അതിൻ്റെ ശബ്ദം വരുന്നത്. അൻ, അൻ, അൻ. ശേഷം അത് നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ്, അതിൻ്റെ മഖ്റജ് ജൗഫ്, വായയുടെ അന്തരീക്ഷമാണ്. അപ്പോൾ ഇത് രണ്ടും മിക്സായി പോകാതെ ശ്രദ്ധിക്കണം. അന്ന എന്നല്ല, അന്ന, അന്ന. നൂനിനെ ഉച്ചരിക്കുമ്പോൾ തരിമൂക്ക് കൊണ്ടും, എന്നാൽ നൂനിന് നീട്ടാൻ ഉപയോഗിക്കുന്നതായ അലിഫ് ഉച്ചരിക്കുമ്പോൾ വായയുടെ അന്തരീക്ഷത്തിൽ നിന്നുമാണ് പുറപ്പെടേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അന്ന, അന്നാസ്. ശേഷം സീൻ വഖഫ് ചെയ്യും. സീനിൽ വഖഫ് ചെയ്യുമ്പോൾ അസ്, അസ്, അന്നാസ്. കാരണം ഹംസ് രഹ്വ് എന്ന സിഫത്തുള്ള അക്ഷരമാണല്ലോ സീൻ.
അപ്പോൾ അവിടെ അല്പം നീട്ടി അന്നാസ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ശേഷം മലിക്കി മലിക്കി മലിക്കിൻ നാസ്. ആദ്യത്തെ ആയത്തിൻ്റെ അവസാനമുള്ള അതേ പദം തന്നെയാണ് എല്ലാ ആയത്തിൻ്റെയും അവസാനം. അതുകൊണ്ട് വീണ്ടും വിശദീകരണം ആവശ്യമില്ലല്ലോ. മലിക്കി മലിക്കി മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. ഈ ഹംസ വ്യക്തമായി ഓതുക. ഈ ഈ ഇല ഹ നേരത്തെ നാം പഠിച്ചു. ഇലാഹി അഊദു ബില്ലാഹിയിലും ബിസ്മില്ലാഹിയിലും ഹാ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് നാം പ്രാക്ടീസ് ചെയ്തല്ലോ. അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ വിശദീകരിക്കാത്തത്. ഇലാഹി ഇലാഹി ഇലാഹിൻ നാസ് മിൻ ശർരി. ഇവിടെ ഇഖ്ഫ ആണ്. ഇൽഹാറിൻ്റെയും ഇദ്ഗാമിൻ്റെയും ഇടയിലുള്ളതായ മണിക്കൽ രൂപമാണ്. കൂടുതൽ വ്യക്തമാക്കാതെ മറച്ചു മണിച്ച് ഉച്ചരിക്കണം. മീ. അതുപോലെ തന്നെ മണിക്കേണ്ടത് സാക്കിനായ നൂനെയാണ്, ഷീനെ അല്ല. ഷീൻ വ്യക്തമാവുകയും വേണം. ഷീനോട് അടുത്തുള്ളതായ സ്ഥലത്ത് വേണം മണിക്കാൻ. റാഇന് കസ്റാണ്, തർഖീഖാക്കി ഉച്ചരിക്കണം. ശർരി ശർരി. അതുപോലെ ശർരി എന്ന് വേഗം ഉച്ചരിക്കാതെ അല്പം സമയമെടുത്ത് ഉച്ചരിക്കണം. ശർരി ശർരി. അൽ വസ് വസ്. സീൻ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് നേരത്തെ സൂചിപ്പിച്ചു അന്നാസ് എന്നതിൽ. ഇവിടെ വസ് വസ് അല്പം നീട്ടി ഉച്ചരിക്കുക. വസ് വസ് വ വസ്. അങ്ങനെ നീട്ടി ഉച്ചരിക്കുമ്പോൾ സീനിൻ്റെയും വാവിൻ്റെയും ഇടയിൽ വസ് വ എന്നുള്ളിടത്ത് ഒരു സക്കത്ത പോലെ വരാൻ പാടില്ല. വസ് 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 വസിൽ വസ് വസിൽ. ഇവിടെ ഹറക്കത്തുള്ള സീനും സുക്കൂനുള്ള സീനും വ്യത്യസ്തമായി എന്ന് തോന്നാം. കാരണം സ്വാഭാവികമാണ്, അത് അല്പം പ്രകടമാകും. സുക്കൂനുള്ള സീനാവുമ്പോഴും ഷദ്ദുള്ള സീനാവുമ്പോഴും അല്പം ഈ ഹംസും റഹ്വും അല്പം പ്രകടമാകും. വസ് വസിൽ വസ് വസിൽ വസ് വസിൽ. ഇത് ശ്രദ്ധിക്കുക. വസ് വസിൽ. വീണ്ടും സുക്കൂനുള്ള ലാം വരുമ്പോൾ ആദ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്പം നീളും. അൽ വസ് വസിൽ അൽ വസ് വസിൽ അൽ വസ് വസിൽ. ഹ ഹ ശ്രദ്ധിക്കണം. ഹ തൊണ്ടയുടെ മേൽ ഭാഗം കൊണ്ട് വേണം ഉച്ചരിക്കാൻ. പലപ്പോഴും നാക്ക് കൊണ്ട് ഉച്ചരിക്കാറുണ്ട്. ഹ ഹ എന്ന് ചില ആളുകൾ ഉച്ചരിക്കാറുണ്ട്. അങ്ങനെയല്ല, തൊണ്ടയുടെ മേൽഭാഗത്ത് ആണ് അതിൻ്റെ ഉച്ചാരണ സ്ഥലം. ഹ ഹ ഹ ഖന്നാസ് ഖന്നാസ് ഖന്നാസ്. അല്ലദീ പുള്ളിയുള്ള ദാലാണ്, ശ്രദ്ധിക്കുക. അല്ലദീ അല്ലദീ യുവസ്വിസു യുവസ്വിസു. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഹറക്കത്തുകൾ മാറുന്നതനുസരിച്ച് കൃത്യമായി നമ്മുടെ ചുണ്ടിൻ്റെ ആക്ഷനും മാറണം. ഈ ഊ ആ എന്ന് വ്യക്തമായി നമ്മുടെ ചുണ്ടിൻ്റെ ആക്ഷനും മാറിക്കൊണ്ടേയിരിക്കണം. യുവസ് വിസു യുവസ് വിസു യുവസ് വിസു. ഫീ 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 സു സു. സ്വാദിൻ്റെ മഖ്റജ് അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാദിൻ്റെ മഖ്റജ് ചർച്ച ചെയ്ത ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേകം കൊടുക്കുന്നുണ്ട്. അതും ശ്രദ്ധിക്കണം. അതിന് ഹെഡ് ലൈൻ കൊടുക്കും പ്രത്യേകം. സ്വാദിൻ്റെ മഖ്റജ് എന്ന് പറഞ്ഞുകൊണ്ട്
ഒരു ലിങ്ക് പ്രത്യേകം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ അത് ചർച്ച ചെയ്താൽ ക്ലാസ് ധാരാളം നീണ്ടുപോകും. അതുകൊണ്ടാണ് ഫീസു ഫീസു ഫീസുദു ഫീസുദു ഫീസുദൂരിന്നാസ് 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 മിനൽ ജീമിൻ്റെ മഖ്റജ് ആദ്യത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അഊദുവിൻ്റെ ക്ലാസ്സിൽ ജീം വിശദീകരിച്ചിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിനൽ ജിന്നതി മിനൽ ജിന്നതി മിനൽ ജിന്നതി മിനൽ ജിന്നതി വന്നാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس.